ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറേ നേരമൊക്കെ വീഡിയോ എടുക്കും, അത് കഴിയുമ്പം പിന്നെ അതിനെക്കുറിച്ച് മറന്നു പോകും, പിന്നെ അതങ്ങ് കട്ടിങ് വേണ്ടാന്ന് വെക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പം ഇപ്പം സമയം ഞാൻ ഇന്നും 5:30 ആകുമ്പോഴാണ് എണീക്കുന്നത്. ഇന്ന് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ സെറ്റ് ചെയ്ത് എണീച്ച് ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് 5:35 ആയി. 5:30 ആയപ്പോൾ എണീറ്റു. അപ്പോൾ എന്നും കറക്റ്റ് ഞാൻ ഈ സമയത്താണ് എണീക്കുന്നത്, 5:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ ഇനിയും പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം. ഹായ്. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. തലയുണ്ട് കൊടുക്കണം, കെട്ടി വയ്ക്കണം. അപ്പോൾ ഈ കുളി കഴിഞ്ഞിട്ടേ ഞാൻ തന്നെ ഈയിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക വെറുതെ. ഞാനപ്പോൾ അത് ഈയിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഞാനിങ്ങനെ ഇരിക്കുമോ എന്നുള്ളത് കേട്ടോ. ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നേരം അവിടെ നിന്ന് അവിടെ ഇരുന്ന് തുണി നനയ്ക്കും, കുളിക്കും, പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് കഴുകും. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെറുതെ ഇങ്ങനെ ഇരിക്കുക. അല്ലാത്തപ്പോഴൊക്കെ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കാം. ഇനി അതിന് ശേഷം ഒരു പൊട്ട് ഇടും, ഒരു ശകലം പൗഡർ ഇടും, കാര്യം മുഖത്തെ എണ്ണമയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞൊരു പൊട്ടും തൊടും, ഒരു കുങ്കുമവും തൊടും, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് വിളക്ക് കത്തിക്കണം, പിന്നെ കട്ടൻ കാപ്പി തിളപ്പിക്കണം, കുടിക്കണം. അങ്ങനെ നമുക്ക് ഓരോന്നിനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് വരാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പി തിളപ്പിക്കുക. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചാലല്ലേ നമുക്ക് ബാക്കി എല്ലാത്തിനും ഒരു എനർജി കിട്ടും. അങ്ങനെ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാപ്പി തിളച്ചു, പൊടിയും ഇട്ടു. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് കട്ടൻ കാപ്പി കുടിക്കാം. അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചിലെ തൊട്ടുള്ള ശീലമാണ് രാവിലെ എണീറ്റ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ്, മിക്സറോ വക്കാവടയോ അങ്ങനെ എന്തെങ്കിലും. ഇന്നിപ്പോൾ എനിക്ക് മിക്സറായിട്ട് കേട്ടോ. അപ്പോൾ കട്ടൻ കാപ്പിയും മിക്സർ. ഇപ്പം സമയം 7 മണി ആവാറായി കേട്ടോ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജോലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നാമജപം എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കട്ടൻ കാപ്പിയും എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 7 മണി ആവാറായി. ഇടയ്ക്ക് കുറച്ച് നേരം ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. അത് കാരണം അതുകൊണ്ടാണ് ഇത്രയും സമയമായത്. പിന്നെ ഞാൻ ഈ കട്ടൻ കാപ്പി ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ കട്ടൻ കുടിക്കാൻ ഈ മിക്സറും ഈ കട്ടൻ കാപ്പിയും മാത്രം പോരാ കേട്ടോ, ഈ ഫോണും കൂടെ എനിക്ക് വേണം. ഞാൻ ഈ കട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്താണ് നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും, ഇതുവരെ ഇട്ട വീഡിയോയുടെ വ്യൂസ് കൂടിയോ, പിന്നെ എന്തായി നമ്മുടെ വരുമാനം എന്തായി എന്നറിയണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും പിന്നെ അല്ലാതെ ബാക്കിയുള്ളവരുടെയൊക്കെ വീഡിയോ കാണാനും ഒക്കെ ആയിട്ട് എടുക്കുന്ന സമയമായത്. അപ്പോൾ എനിക്ക് ഫോൺ വേണം കേട്ടോ. അപ്പോൾ ഞാനിതെടുക്കട്ടെ, ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കഴുകി ഇട്ട് വേണം ബാക്കി എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ വെക്കാനുള്ളതൊക്കെ അരിയാനായിട്ട്. ഒരു 10 മിനിറ്റ് എടുത്തു ഞാൻ കാപ്പി കുടിക്കാൻ കേട്ടോ. കാര്യം നമ്മൾ ആദ്യം 5-10 മിനിറ്റ് കാപ്പി കുടിക്കണം, അതൊന്ന് ആസ്വദിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാനിത് കഴുകി അടുപ്പിലോട്ട് വയ്ക്കട്ടെ. പിന്നെ അരി അടുപ്പിൽ വെച്ചിട്ട് വേണം നമുക്ക് കഷ്ണങ്ങളൊക്കെ എടുത്ത് അരിയാൻ. അരി അവിടെ ആ സമയം കൊണ്ട് അരി അവിടെ നിന്ന് തിളച്ചോളൂ. അത്ര ഇങ്ങനെ വെക്കുള്ളൂ. ഞാൻ അതവിടെ നിന്ന് തിളക്കി.
നമുക്ക് അരിയാനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. നമുക്ക് മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ അരിയാൻ ഞാൻ ഓമയ്ക്കായും കായും കൂടെ മെഴുക്കുവരട്ടി വയ്ക്കാനാണ് തുടങ്ങുന്നത്. പിന്നെ വെള്ളരിക്കയും മാങ്ങയും കൂടെ പുളിശ്ശേരിയും വയ്ക്കും. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ കഥ തുറന്നിടുവാണ്. ഞാൻ വെട്ടം കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് അടച്ചിട്ടത്. പക്ഷേ ചൂട് കാരണം ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഈ കഥ തുറന്നിട്ട് അതുകൊണ്ട് കണ്ണൻ്റെ വീടുണ്ടോ. അപ്പം ഇതിനെ അരിഞ്ഞെടുത്ത് മെഴുക്ക് പുരട്ടി വയ്ക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയെല്ലാം തിളക്കും. ഇത് അരിഞ്ഞെടുക്കട്ടെ. കായും ഓമയ്ക്കയും കൂടെ ഇത് കണ്ടോ, നമ്മുടെ വാഴയിലുണ്ടായ കായ ആവശ്യം ഒഴിഞ്ഞു പോയല്ലോ, ഒന്നും ആയില്ലായിരുന്നു. ഫോണൊന്ന് വേറെ ഒരു സ്ഥലത്ത് വെട്ടടിക്കും. ഇവിടെ വെച്ചാലും വെട്ടടിക്കും, അവിടെ വെച്ചാലും വെട്ടടിക്കും. എവിടെ വെച്ചാലും ഇത് പഠിച്ച് സെറ്റാക്കി വരുന്നേ ഉള്ളൂ. കേട്ടോ, ഇവിടെ വെച്ചാൽ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് ഓക്കെ. അങ്ങനെ വാഴ ഒടിഞ്ഞു വീണു ഒന്നും ആവാത്ത കാണുന്ന മെഴുക്കുവരട്ടി വയ്ക്കാൻ പോകുന്നു. അപ്പം അതിന് കൊള്ളാൻ തോന്നുന്നു. കുഴപ്പമില്ല, വലിപ്പം ഇല്ലെന്നേ ഉള്ളൂ. മെഴുക്കുവരട്ടി വെക്കാൻ നല്ലതാകുമ്പോൾ അതും വെള്ളരിക്കയും മാങ്ങയും കൂടെ കൂട്ടാനുമാണ് ഇന്നത്തെ വിഭവം. പിന്നെ ഇന്ന് എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇന്നലെ അമ്മ എനിക്ക് മാങ്ങ പച്ചടി വെച്ച് തന്നു. ഇന്ന് ഞങ്ങൾ ചീരയും ചക്കക്കുരുവും കൂടെ അവിയൽ വെക്കുന്നുണ്ട് അമ്മ. അപ്പോൾ എനിക്കിതൊക്കെ ആക്കി വെച്ചിട്ട് വേണം അമ്മയുടെ കൂട്ടത്തിൽ പോകാനായിട്ട് വീഡിയോ എടുക്കാൻ. ചീരയും ചക്കക്കുരുവും പിന്നെ മാങ്ങയും കൂടെ ഇട്ട് അവിയൽ. അത് കച്ചട്ടിക്കകത്ത് വെക്കണം, സൂപ്പറായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വെളിയിൽ അടുപ്പ് കൂട്ടിയാണ് ഇപ്പോൾ വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്ത് അമ്മയ്ക്കാണെങ്കിൽ പഴയ അടുക്കളയിലെ അമ്മയ്ക്കെല്ലാം ശീലമുള്ളൂ. അമ്മയുടേതായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ അല്ലേ അമ്മയുടെ കൈവഴക്കത്തിന് വെച്ചേക്കുന്നത്. അത് കാരണം അമ്മയ്ക്ക് അവിടെ ആയാലും ശരിയാവും. പക്ഷേ ആ അടുക്കളയ്ക്കകത്തുണ്ടല്ലോ വെട്ടമില്ല തീരെ. അത് കാരണം ഞങ്ങൾ വിചാരിച്ചു വെളിയിൽ വെച്ചാൽ തന്നെ അതിൻ്റെ ചൂടല്ലേ, ഇവിടെ തന്നെ അങ്ങോട്ട് നിന്ന് വേർത്തൊഴുകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെളിയിൽ വെച്ച് കൽച്ചട്ടിക്കകത്ത് നിന്ന് ചീര അവിയൽ വെക്കാമെന്നും പറഞ്ഞ് തുടങ്ങുക. അപ്പം ഞാൻ ചെന്നാലേ അമ്മയ്ക്ക് തുടങ്ങാൻ പറ്റൂ വീഡിയോ എടുക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചീരയൊന്നും മുറിക്കല്ലേ, എനിക്ക് ചീര മുറിക്കുന്നതായിട്ടുള്ള വീഡിയോ എടുക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു ആണെങ്കിൽ ഇവിടെ കിടന്ന് ഓടുമായിരുന്നു കേട്ടോ. ആർക്കും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെക്കാനുമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നുണ്ടല്ലോ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ചക്കക്കുരുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് കിട്ടിയില്ല. അവസാനം അമ്മ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന ചക്കയ്ക്കകത്തുനിന്ന് ചക്കക്കുരു അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വെച്ച് വീഡിയോ എടുക്കാൻ. ചീരയും പിന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ അവിയൽ നല്ല ടേസ്റ്റാണ്. ഞാനതിൻ്റെ ചക്കക്കുരു കൂട്ടത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി ചീരയൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ജോലി തീർത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അമ്മയുടെ വീഡിയോ ഇടുന്നില്ല എന്നും പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അമ്മയുടെ വീഡിയോകളിലേക്ക് ഇപ്പം കടന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് ഭയങ്കര താല്പര്യമുണ്ട്. അമ്മയോട് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം പിന്നെ കവിതയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കൊള്ളാം, നല്ല രസമുണ്ട് എന്നൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഇപ്പം നല്ല ഉത്സാഹത്തിയിരിക്കും. ഇപ്പം എനിക്ക് കുറച്ച് ദിവസം അവധിയുണ്ട് അവന്, അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് രാവിലെ തൊട്ട് തുടങ്ങി അമ്മയുടെ വീഡിയോ ഒക്കെ എടുത്ത് അമ്മയെ കാണിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും അമ്മയുടെ വീഡിയോകളിലേക്ക് കടന്നത്. പിന്നെ ഇതെല്ലാം ആക്കി വെച്ചിട്ട് പോയി നമുക്ക് വീഡിയോ എടുക്കണം. അപ്പം അതിനെ അമ്മയോടെല്ലാം സെറ്റാക്കി വെച്ചേക്കുക. ബാക്കിയല്ല, ചീര മാത്രം ഞാൻ വന്നിട്ടേ മുറിക്കാവുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ പോയി ചക്കക്കുരു എല്ലാം എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരിയൊന്നും വേണ്ടല്ലോ, കുറച്ച് മതി. ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ കഷ്ണമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണമെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി പിന്നെ കഴുകി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എനിക്ക് തൂക്കണം. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത പരിപാടികൾ. അപ്പോൾ ഇപ്പം 7:30 കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കൂടി ഞാൻ 7 മണിക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ അരി നമ്മൾ തിളച്ചു ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് അരി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതൊന്നുകൂടെ തിളപ്പിച്ച് വാർത്താൽ മതി. ചോറ് വെന്തിരിക്കും. പിന്നെ മെഴുക്കുവരട്ടിക്കുള്ള എല്ലാം ഞാൻ അരിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി തൂത്തുവാരുക, ഇവിടെയൊക്കെ തുടയ്ക്കുക, ഡൈനിങ് ടേബിൾ തുടയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള വൃത്തിയാക്കൽ പരിപാടികളാണ് അടുത്തത്.
അപ്പം ഞാനത് ഇവിടേക്ക് ഒന്ന് തുടക്കട്ടെ. നമ്മളിപ്പോൾ ഈ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ ഇവിടുത്തെ താമസം. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കിയാലും അങ്ങനെ വലിയ വൃത്തിയൊന്നും ആവുന്നില്ല. എന്നും നമ്മൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന പോലെ ആവുന്നില്ല. പിന്നെ വലിയ വൃത്തികേടും ആവുന്നില്ല അതിനകത്തുണ്ട്. ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പഴുത്ത മാങ്ങ നമ്മുടെ തൊട്ടപ്പുറത്തെ മടത്തിൽ നിന്ന് പോയി പെറുക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മാങ്ങയൊന്നും കിട്ടത്തില്ലെന്ന് വെച്ചാൽ ഞാൻ കവറൊന്നും കൊണ്ടുവരത്തില്ല. എന്നിട്ട് ദേ അവിടെ നിന്ന് കണ്ട ഇലയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് വന്നു. നമ്മൾ കുഞ്ഞിലേക്ക് ഇങ്ങനെ മാങ്ങയൊക്കെ പെറുക്കാൻ പറ്റില്ല. അതുപോലെ ഞാനും എൻ്റെ കൂടെ പോയി കാട്ടിനകത്തൊക്കെയാണ് ഞാനും പോയി പെറുക്കിക്കൊണ്ട് വന്നാൽ എൻ്റെ മാങ്ങ അതിനോട്ടുണ്ടോ അടിപൊളി മാങ്ങയാണ്. കൂടി കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി കഴിയട്ടെ കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തൂക്കം. ഇതാണ് എൻ്റെ അടുത്ത പരിപാടി കേട്ടോ. ഞാനപ്പോൾ അവിടെ തൂക്കത്തെല്ലാം കഴിഞ്ഞ് തൂത്തുമായിരുന്നു. എൻ്റെ മെഴുക്കുരട്ടിയെല്ലാം കഷ്ണമെല്ലാം വേവും. ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം തൂത്ത് കൊടുക്കുക. ഈ രാവിലത്തെ ചൂട് വരുന്നതിന് മുമ്പ് തൂത്തില്ലെങ്കിൽ പിന്നെ കുളിച്ചെല്ലാം വെറുതെ വിയർത്തൊഴുകും. എന്നാൽ തന്നെ രാവിലെ ഒരു കുളി, ഉച്ചയ്ക്ക് ഒരു കുളി, വൈകിട്ടൊരു കുളി, 3 കുളി ഒരു ദിവസം തൂക്കട്ടെ. ഇവിടെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെഴുക്കുവരട്ടി അവിടെ ഇരിക്കുന്നു കേട്ടോ. അതെ, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടങ്ങോട്ട് ഓടി. ഈ ലൈറ്റ് നമുക്ക് പ്രശ്നമാണ്. ഞാനേ തൂത്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് അമ്മതേ പച്ചക്കറിയൊക്കെ പറിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അമ്മയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നു. ഇനി പോയിട്ട് വേണം എനിക്ക് ബാക്കി തൂക്കാനായിട്ട്. കണ്ടോ ഞാൻ അവിടെ പകുതി തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ ചീര പറിക്കാനായിട്ട് പോയി. ഞാൻ പറഞ്ഞു, അയ്യോ അമ്മേ പോവല്ലേ, എനിക്ക് ചീരക്കൂട്ടാൻ്റെ വീഡിയോ എടുക്കാനുള്ളതാണ്. അമ്മയുടെ പുറകിൽ ഓടി. ആ സമയത്ത് ഞാൻ ഇവിടെ പകുതി തൂത്തുവിട്ടിട്ട് പോയി. ഇങ്ങനെ ആ സമയങ്ങൾ പോകുന്നു. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പറയാറില്ലേ, അമ്മയുടെ പുറകിൽ നടന്നാലേ അമ്മയുടെ വീഡിയോ എടുക്കാൻ പറ്റും. ചീര കൂട്ടാൻ വെക്കുമ്പോൾ എനിക്ക് ചീര പറിക്കുന്ന വീഡിയോയും കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഭാഗ്യത്തിന് അമ്മ ചീരയും കൊണ്ട് പോകുന്ന കണ്ടു. തൂത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് അവിടെ കിടക്കുന്നേ ഉള്ളൂ പകുതി. അപ്പോൾ ഇനി ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫും അമ്മയുടെ ചീരക്കൂട്ടാനും എല്ലാം കൂടെ ഇപ്പോൾ ക്ലാഷ് ആവുമെന്ന് തോന്നുന്നു. തൂപ്പും വരലും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയും ഉണ്ടോ എല്ലായിടവും തൂത്ത് ഒക്കെ വൃത്തിയാക്കി ഇട്ടു. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റ് കൊള്ളട്ടെ. എല്ലാം വിയർത്ത് ഉണ്ട്. തുടങ്ങിയപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റ് കൊള്ളണം. കറക്റ്റ് പാടാ ദേവൂ, പാട്ട് പറക്കാൻ വന്നതാണോ? വേമയുടെ അരിക്കല, ഇഡലി പാത്രം, ചരുവ എല്ലാം എടുത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. കറക്റ്റ് സമയമാണ്. ഇനിയിപ്പം നേരം ദേവൻ്റെ കൂടെ ഇരിക്കും, കാറ്റ് കൊള്ളും. ബാക്കി ജോലിയൊക്കെ കുറച്ച് നേരം കാറ്റ് കൊണ്ടിട്ടേ ഉള്ളൂ. ഫ്രീ ആയിട്ടിരിക്കണം. 5:30 ഇറങ്ങി ഇപ്പോൾ 8 മണി കഴിഞ്ഞു. 8:10 കാണാൻ വയ്യ. ഈ വെട്ടം ഒരു പ്രശ്നമാണ്. അവിടെ കുട്ടിക്കുറുമ്പം വന്ന് എണീറ്റേ ഉള്ളോ? അയ്യോ ദേവു ഗുഡ് മോർണിംഗ്. ദേവു എങ്ങനാ ഗുഡ് മോർണിംഗ്? ഇന്നലെ ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ വേമച്ച്? എന്താ വന്നേ? എന്താ എടുക്കാനാ വന്നേ? അമ്മയോ? അയ്യോ അമ്മയൊന്നും കണ്ടില്ലയോടാ അവൻ. നീ കട്ടിലേനിങ്ങ് എടുത്തോണ്ട് വരുമായിരുന്നോ? ആ
ആ അപ്പം ഞാൻ കുറച്ച് നേരം ഇനി അവൻ്റെ കൂടെ പോവാണോ ദേവു? ആ ഇതവൻ്റെ പരിപാടി. ഇപ്പം ഇവിടെ വച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, അവിടെ കൊണ്ടുവന്ന് വെച്ച് കളിക്കുക. എന്തിനാ ദേവ, എന്തോ അതിനകത്ത് വെക്കുന്നേ ദേവ? ഇതിനകത്ത് എന്തോ വെക്കുന്നേ? അരി വെക്കാനാ. കുഞ്ഞിന് ഇതിനകത്താണോ, കുഞ്ഞാണോ അരി വെക്കുന്നേ ഇതിനകത്ത് നിന്ന്? ദേവനുള്ള ചോറ് ദേവൻ തന്നെയാണോ വെച്ച് കഴിക്കുന്നത്? അതിനാണോ ഇതെന്തോ വെക്കാനാ? ഒരു വട്ടം പറഞ്ഞില്ലേടി, അത് പോരെ. ആ അപ്പ് എന്തോ വേണം? പോവാണോ? പോവാ. അയ്യോ കുഞ്ഞിനെ മഴ നനയ്ക്കല്ലേ, പെട്ടെന്ന് കൊണ്ടു പോയി. ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ ഇവിടെ അമ്മ കഴുകി ഇതാക്കി കമഴ്ത്തി വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ ഇനി കൊണ്ടുവരും. ആ അവൻ പോയിട്ട് പിന്നെ വരും. അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കാറ്റൊക്കെ കൊള്ളട്ടെ. ഓ വിയർത്തൊഴുകി. കുറച്ച് നേരം ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് വേണം ഇനി വേണം കാപ്പിയൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ മെഴുക്കുവരട്ടി പൂർത്തിയാക്കി കേട്ടോ, കണ്ടോ. പിന്നെ നമ്മുടെ ചോറുമായിട്ടുണ്ട്. ഇനി ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ സമയം എന്താണ്ട് 8:45. പിന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ എനിക്ക് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് 9 മണിയാകുമ്പോഴത്തേക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ അന്നേരത്തേക്ക് എല്ലാം റെഡിയാക്കി 9 മണിക്ക് തന്നെ മിക്കവാറും നല്ല 9 മണിക്ക് തന്നെ ഞാൻ കഴിക്കും. അപ്പോൾ എന്തായാലും അരിയല്ലോ. അപ്പോൾ ഇന്ന് ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തക്കാലം എനിക്ക് മാത്രമുള്ള ഉണ്ടാക്കി ഞാൻ കഴിക്കും. പിന്നെ അവനേ ഉള്ളൂ, അവൻ വരുമ്പം അവനുണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ്. അരി അരച്ചങ്ങ് വെച്ചേക്കും കേട്ടോ, ഒരു 6-7 ദിവസത്തേക്കൊക്കെ വരും. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. ദോശയും മുളക് പൊടിയും വെളിച്ചെണ്ണയാണ്. കട്ടൻ കാപ്പി ഞാൻ ഇതിൻ്റെ കൂടെ കുടിക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് കാരണം ഞാൻ തണുത്ത വെള്ളം എടുത്തു കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 9 മണിയായി എൻ്റെ കാപ്പി സമയം. പിന്നെ 3 ദോശ ഞാൻ കഴിക്കും. ഇനി ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ബന്ധുക്കളാരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഞാൻ 3 കൂടുതൽ ദോശ തിന്നു എന്ന് പറഞ്ഞാൽ കവിത വീഡിയോയ്ക്കകത്ത് പറഞ്ഞല്ലോ 3 ദോശയെ കഴിക്കൂ, അങ്ങനെ പറയരുത്. എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുമോ, എന്താ പറയണേ, ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കഴിക്കാൻ ഉണ്ടെങ്കിലോ ഒക്കെ ചിലപ്പോൾ ഞാൻ എണ്ണം കൂട്ടി കഴിച്ചെന്നിരിക്കും. പക്ഷേ ഇവിടെ കഴിക്കുമ്പോൾ ഞാൻ 3 എണ്ണേ കഴിക്കൂ. കാര്യം നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് വളരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റിൻ്റെ ഭാഗം പോലെ ഞാൻ 3 ദോശയെ കഴിക്കും. അത്രേ ഒഴിച്ചുകൊണ്ട് വന്നിരിക്കത്തുള്ളൂ കഴിക്കാൻ. അല്ലെ പിന്നെ നമ്മൾ മൊബൈലൊക്കെ കുറേ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ട് കഴിക്കുന്നതെങ്കിൽ കൂടുതലെണ്ണം കഴിച്ചു പോകും ആരായാലും. അതുകൊണ്ട് ഞാൻ കറക്റ്റിനുള്ളത് ഒഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മൊബൈലൊക്കെ കണ്ട് തന്നെ കഴിക്കും. അപ്പം എന്തായാലും ഈ 3 എണ്ണല്ലേ കഴിക്കുകയുള്ളൂ. അങ്ങനെ മനഃപൂർവ്വം കഴിക്കാത്ത കേട്ടോ, എണ്ണം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് മതി, ഇതിപ്പോൾ ശീലമായതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. ഞാൻ അവിടെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ 3 കൂടുതലൊക്കെ കഴിച്ചെന്നിരിക്കുന്നത്, കൂടെ വർത്താനമൊക്കെ പറഞ്ഞൊക്കെ കഴിക്കാനിരിക്കുകയാണെങ്കിൽ കൂടുതൽ കഴിക്കുമല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതിന് വേറെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നത്. എന്തായാലും 9 മണി അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ. നമ്മളെവിടെ യാത്ര പോയാലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് 9 മണിക്ക് തന്നെ മിക്കവാറും കഴിക്കാൻ കിട്ടും. കിട്ടിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യും കേട്ടോ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും കഴിയുന്നതും 9 മണിക്ക് തന്നെ കഴിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറിനും, വൈകിട്ട് 7 മണിക്ക് എൻ്റെ അത്താഴം. ഇതാണ് എൻ്റെ ആഹാരത്തിൻ്റെ സമയം. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയി അമ്മയുടെ ചീരാവിയലിൻ്റെ വീഡിയോ എടുക്കാൻ പോയി. ആദ്യം ഏതാ ഇടുന്നതെന്ന് തീരുമാനിച്ചില്ല. ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ആദ്യം ഏതാണോ എഡിറ്റ് ചെയ്ത് കഴിയുന്നത് അതങ്ങ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ അമ്മയുടെ ചീരാവിയലിടും. എന്നാലും ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. നടക്കാറില്ല. നടക്കാതെ തന്നെ കുറേ എടുക്കും. കുറേ കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകും. അപ്പോൾ പിന്നെ 2-3 ദിവസമായിട്ട് അങ്ങനെ അത് എനിക്ക് താല്പര്യമില്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ വേണ്ടേ. അല്ലാതെ പകുതി ഇന്നത്തെ എടുത്തു ബാക്കി പകുതി നാളത്തെ എടുത്തു, അതൊരു രസമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് തുടങ്ങിയത്. പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിക്കട്ടെ.
ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു. നോക്കട്ടെ ഇനി അമ്മ അവിടെ എന്തായി നോക്കട്ടെ. അരിഞ്ഞു കഴിഞ്ഞോ? എന്തായി? അരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞോ? കൊള്ളാം. ചീരക്കകത്ത് പുഴു, അതം കളഞ്ഞാൽ മതി. ഇനി അമ്മയെ സഹായിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഇത്ര നേരം ഞാനേ അമ്മ ചീരാവിയൽ വെക്കുന്ന വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അത് ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ വേണമല്ലോ. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ കുറേ സമയം നമ്മൾ വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ കൂടെ നമുക്ക് വേണമല്ലോ സമയം. അപ്പോൾ അങ്ങനെ എൻ്റെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മ ചീരാവിയൽ വെക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പോയി. അങ്ങനെ കഴിഞ്ഞു. അമ്മയുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചീരാവിയൽ വെക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. കണ്ടോ, അവിടെ ആയിരുന്നു പണി. അതാണ് ചീരാവിയൽ. അപ്പം അമ്മ ഇത് വെക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇത്രയും നേരം. കാണിച്ചു തരാവേ. കൽച്ചട്ടിക്കകത്ത് വെളിയിൽ അടുപ്പിൽ ചീരാവിയൽ കണ്ടോ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ വീഡിയോ എടുപ്പായിരുന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഇനിയിപ്പം എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറേ നേരം എനിക്ക് കുറേ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ എല്ലാം പിന്നെ എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അതാണ് ഇനി അടുത്ത പരിപാടി. അത് കഴിഞ്ഞ് കൊച്ചുങ്ങൾ മാളുവോ കണ്ണനോ ദേവനോ ആരെങ്കിലും വരുവാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പോകും. അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിനിടയ്ക്ക് ഞാനും ബിന്ദുവും കൂടെ പോയി ഞങ്ങളുടെ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു മടത്തിൽ പോയി അവിടുന്ന് മാങ്ങ പെറുക്കിക്കൊണ്ട് വന്നു. കണ്ടോ, പഴുത്ത മാങ്ങ നല്ല അടിപൊളിയാണേ, നല്ല നാട്ടുമാങ്ങ കണ്ടോ. പെറുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് അങ്ങ് പോയി. അപ്പോൾ അമ്മ കഷ്ണമെല്ലാം ആക്കി അരിഞ്ഞ് അത് വേവുന്ന സമയമുണ്ട്, നീ വേണേൽ പോയിട്ട് വന്നു പറഞ്ഞാൽ അങ്ങനെ ഞാനും ബിന്ദുവും കൂടെ പോയി പെറുക്കിക്കൊണ്ട് വന്നത് ആ മാങ്ങ. നമുക്കിത് കഴുകി ഉളി തിന്നണ്ടേ, അതിന് വേണ്ടി എന്തോ മണമെന്നറിയോ, നല്ല നാട്ടുമാങ്ങ കണ്ടോ. അടിപൊളി മണോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു മാങ്ങ കണ്ടോ. മണ്ണൊക്കെ ഉണ്ട്, മണ്ണി വീഴുന്ന. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം അതിനു വേണ്ടി കുറേ സമയം എൻ്റെ പോയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് സമയം പൊക്കോണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് കിട്ടും. ഇപ്പം സമയം 11 മണിയായി കേട്ടോ. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൂസിന് കഴിക്കാനുണ്ടാക്കണം. അവൻ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു, അവൻ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അവന് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്ര നേരം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. നേരം അവൻ വന്നത്. അപ്പോൾ ഇനി അവന് കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി കാര്യം. ദോശയും മുളകും. ദോശ അവൻ ദോശ ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഫ്രീ ആകട്ടോ. ഉണ്ണാനാകുന്നത് വരെ ഫ്രീ. അമ്മ പുറത്തിരിപ്പുണ്ടേ. അമ്മ ഇവിടെ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 2 ദോശ എന്നാൽ അമ്മയ്ക്കൂടെ കൊണ്ട് കൊടുക്കും. ചായയും കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നാ അമ്മേ ദോശ. കണ്ടോ, ഇപ്പം സമയം എത്രയായിരുന്നു കാണിച്ചേ? 11:15. 11 മണിയാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്ന് വേണ്ട നല്ല മാങ്ങ ഞാൻ നേരത്തെ കാണിച്ചില്ല. അപ്പുറത്ത് അയ്യത്ത് പോയി പെറുക്കിക്കൊണ്ട് വന്ന മാങ്ങയാണ്. നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയുണ്ടോ. മാങ്ങനാണോ കാണുന്നതെന്നൊന്ന് നോക്കാവോ? എടുക്കുന്നുണ്ട് കണ്ടോ. ശരിക്കും ഈ മാങ്ങ ഇങ്ങനെയല്ല തിന്നേണ്ടത്. പിന്നെ ഇത് നമ്മുടെ അപ്പുക്കുട്ടന് വേണ്ടിയുള്ളതാണ്. അവനിങ്ങനെ ചപ്പി കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പം ഞാനിത് അവനെ മുറിച്ച് കൊടുത്തിട്ട് ഞാൻ അല്ലാതെ കഴിക്കും. ഇതിങ്ങനെ മതിയോടാ. ഇനി ചെറുതാക്കണ്ടത് ഇത് പറ്റത്തില്ലല്ലോ കേട്ടോ. അങ്ങനെ ഒത്തിരി ചെറുതാണ്. പക്ഷെ നല്ലോണം പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ 2 ആക്കാനേ പറ്റുള്ളൂ കേട്ടോ. ആങ്ങാണ്ടി വേണം. ഒരു കൊത്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ നല്ല അടിപൊളി നാട്ടുമാങ്ങ, പഴുത്ത മാങ്ങ കണ്ടേ. പഴുത്ത മാങ്ങ അതെന്തുവാ? പഴുത്താണോ? മാങ്ങ തിന്നാൻ തുടങ്ങിയപ്പോൾ ചക്ക കിട്ടി. 5 ഒന്നാണ് ഇത് വിളഞ്ഞാ. മധുരമുണ്ട്. അതിൻ്റെ വയ്യ മാങ്ങ മധുരമാണ്.
ആ മതി മതി. ആ അപ്പം ചക്ക എവിടെ ഇരിക്കട്ടെ, നമുക്ക് മാങ്ങയില്ല. ചക്കയും മാങ്ങ എല്ലാം കൂടെ ഇത്ര മതി അതിനൊക്കെ. കണ്ടോ, ഇത് അവൻ അരിഞ്ഞു. ഇനി എനിക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത്. കണ്ടോ, ഞാൻ അങ്ങോട്ട് ചെത്തിയിട്ട് കണ്ടോ. ആ ഇത് കഴിക്കട്ടെ. അപ്പം ഇപ്പം സമയം 11:30 കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മാങ്ങാ കഴിപ്പൊക്കെ കഴിഞ്ഞു. നല്ല പഴുത്ത മാങ്ങ, നല്ല അടിപൊളി മാങ്ങയായിരുന്നേ. അപ്പം മാങ്ങാ കഴിപ്പെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പം രാവിലെ 5:30 എണീക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും പകൽ എപ്പോഴെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഒരു 1/4 മണിക്കൂർ എപ്പോഴാണോ എണീക്കുന്നത് അതുവരെ ഞാൻ കിടന്നുറങ്ങും. ഒത്തിരി സമയമൊന്നും ഞാൻ അങ്ങനെ ഉറങ്ങത്തില്ല. കൂടിപ്പോയാൽ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ. അതിനകം ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കും, അപ്പോഴുറക്കം പോവും, പിന്നെ എണീക്കും. ഇല്ലെങ്കിൽ എന്തായാലും ഒരു 1/2 മണിക്കൂർ ഇനി ഉറങ്ങും. അപ്പം ഗുഡ് നൈറ്റ്. റേസിൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് നമ്മുടെ ദേവൻകുട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. നമുക്ക് നോക്കാൻ കൊടുക്കുവാന്ന് മുകളിലാ ഫോട്ടോ എടുത്ത് കേൾക്കുന്നുണ്ട് ബഹളം. ഫോട്ടോഷൂട്ടാ. ദേവാ ഹായ്. അവിടെ ഇരി. അപ്പുച്ചേട്ടന് നമുക്ക് കൊമ്പ് വയ്ക്കാം. വാ. വേണ്ട അപ്പുച്ചേട്ടന് കൊമ്പ് വയ്ക്കാം. മാളിച്ചേച്ചിയുടെ അടുത്തിരിക്കുക. മാളിച്ചേച്ചിയുടെ മടിയിലിരിക്കുന്ന ദേവൻ. ഹായ്. ഇങ്ങോട്ട് വക്കിക്കേ. ഏജ് ഡിഫറൻസ് ആണെന്ന് വിചാരിച്ചോളൂ. മുത്തശ്ശിയുടെ ചീരവിയൽ വിളമ്പട്ടെ. മുത്തശ്ശിയുടെ ചീരവിയൽ നല്ല അവിടെ കോവയ്ക്കൊക്കെ ഉണ്ട്, അടിപൊളി. മാങ്ങയുണ്ട്, അവിയൽ, ചക്കക്കുരു ഉണ്ട്. എനിക്ക് ചക്കക്കുരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇനി 1 മണിയായി, ഊണ് കഴിക്കാം. ഊണിൻ്റെ സമയമാണേ. വേണ്ട മുത്തശ്ശിയുടെ സ്പെഷ്യൽ ചീരവിയലൊക്കെ വെച്ച് ചോറുന്നു. ഇവരുടെ കൂടെ ഇരിക്കാൻ ഇവിടെ വന്നിരുന്ന ഈ പടിഞ്ഞാറത്ത് ഇണ്ണല്ല, അതും വെയിലിന് ഞങ്ങൾ ഇവിടെ നിന്ന് മാറത്തില്ല. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വന്നു, 1 മണിക്കൂർ ഇവിടെയൊക്കെ കറങ്ങും. അവൻ്റെ മുത്തശ്ശി ഞാനും അവനും കൂടെ. അതെ, അത് കഴിഞ്ഞ് അവനങ്ങ് പോവും, പിന്നെ ഞാനും അങ്ങ് പോവും. പിന്നെ ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ ആദ്യമേ വരും. 5 മണിയാകുമ്പോൾ കൊണ്ട് വിട്ടേക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാനും നിൻ്റെ മുത്തശ്ശിയും കൂടി ഇവിടെ ഇരിക്കുക. അവിടെ മുത്തച്ഛൻ്റെ പറയുന്നു വരും. പിന്നെ വെയിലായതുകൊണ്ട് ഇവിടെ അങ്ങ് ഇരിക്കും, എപ്പോഴും ഫാനും ഇട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോക്കും. വെയിലായോണ്ടാണോ പണിയൊന്നും ചെയ്യാൻ പോകത്തെ? പണി ചെയ്താൽ വന്നിരുന്നാണ് പണിക്കാരിയമ്മ അല്ലേടി. വെയിലായോണ്ട് വേറെ പണിയൊന്നും ചെയ്യാൻ പോകും. അതേപോലെ അല്ല, അവിടെയൊക്കെ ഇച്ചിരി തടവെടുത്തിട്ട് ചാണകപ്പൊടി കൊണ്ടിടണമെന്ന് വിചാരിച്ചപ്പോഴാണ് പശുവിന് വെള്ളം കൊടുത്തില്ലെന്ന് തോന്നി അങ്ങോട്ട് പോയി. പശുവിന് വെള്ളം കൊടുത്തു. ഇനി അതിനൊക്കെ ചാണകം ഇടാൻ വെട്ടിയും പറഞ്ഞിരുന്നു. ഇവിടെ കണ്ണൻ്റെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചു. കണ്ണ എവിടെ? കണ്ണ ഇങ്ങി വാ കണ്ണ. കണ്ണ ഡേ ഇൻ മൈ ലൈഫ് പറ കണ്ണ. മേമെ വിളിക്കാനാകണം. ഫോട്ടോ എടുക്കാൻ മേമയും വിളിക്കണോ, ചേട്ടനെയും വിളിക്കണോ, എല്ലാരെയും വിളിക്കണോ? എല്ലാരും തനിയെ ഇറങ്ങി വന്നോളും. 4 മണി ആവാറായി ഇപ്പം കേട്ടോ. ചേട്ടൻ വരും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ 4 മണി തൊട്ട് ഇവിടെ ഇരിക്കും. അതിനാവും വിളിക്കുന്നത്. ചേട്ടനെ വിളിക്കണം, മേമയെ വിളിക്കണം അല്ലേ? ഇനി നമ്മൾ 7 മണി വരെ ഇവിടെ കറങ്ങും അല്ലേ കണ്ണ? നമുക്ക് നോക്കാം. മാങ്ങ എന്ത് പേരമ്മ വിളിക്കാം, നമുക്ക് മാങ്ങ നോക്കാൻ പോകാം.
കണ്ണാ നമ്മൾ എവിടാ കണ്ണ വന്നേ? അന്നെ കണ്ണ മാങ്ങ വെറുക്കം വന്നേ ഞങ്ങൾ ഗേസ്. എന്താ എന്ത് പറയുന്നേ? നൊസ്റ്റാൾജിയ അല്ലേ? താഴെ നോക്കി നടക്കണം ഗേസ്. ഇവിടെ എങ്ങാനും പാമ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കുക. ഇതൊക്കെ ഒരു രസമല്ലേ? എല്ലാം മാങ്ങ തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ പെറുക്കുന്നത് ഒരു രസമല്ലേ? കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. ഞങ്ങൾക്കും ഇഷ്ടമൊക്കെയാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ മാങ്ങ? ഞാൻ രാവിലെ മാങ്ങ വെറുക്കാൻ ഇവിടെ വന്നു, മാങ്ങ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ? ഇപ്പോൾ വൈകുന്നേരമായി. 4 മണി തൊട്ട് 7 മണി വരെ ഞങ്ങളുടെ കറക്ക സമയം. ആ സമയം ഞങ്ങൾ എന്ത് വേണേൽ ഞങ്ങൾക്ക് ചെയ്യാം. എവിടെയെങ്കിലും പോവും, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് കളിക്കും പിള്ളേരുടെ കൂടെ, അല്ലെങ്കിൽ ഇതുപോലെ മാങ്ങ നോക്കാൻ ഇറങ്ങും. അങ്ങനെ ഇപ്പം മാങ്ങ നോക്കട്ടെ. കിട്ടിയോ കണ്ണാ? ഇറങ്ങാണ്ട് കിടക്കുന്നു. കിട്ടിയോ? ഏയ് കണ്ണാ മാങ്ങ കിടക്കുന്ന കണ്ണാ. ആ അതാണ്ട് എടുത്തോ കണ്ണൻ എടുത്തോ. ഏയ് കണ്ണന് മാങ്ങ കിട്ടിയേ, കണ്ണന് മാങ്ങ. ഏയ് എന്നാ കണ്ണന് കവർ തരാം. അയ്യോ എന്നാ കണ്ണൻ താഴെ നിൽക്കണ്ട. താഴേ കുപ്പിയാണ്. ഇതേണ്ട ഇവിടെയൊക്കെ കിടക്കുന്നു. ഞാനേ ഇതേണ്ടേ കവർ നമുക്ക് മൂട്ട് പൊട്ടിയതെടുക്കണ്ട. പൊട്ടിയതേ എന്തുവാണെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? വേണ്ട അതെങ്ങനെ അറിയാം? എന്തുവാ അതേണ്ടേന്ന് പറഞ്ഞേ? ആ കണ്ടോ ഇവിടെ മൊത്തം കാടാ. കണ്ണ എങ്ങനെയുണ്ട് കണ്ണാ മാങ്ങ നോട്ടം? കണ്ണിന് ഇഷ്ടമാണ് കേട്ടോ മാങ്ങ നോക്കാൻ. കാടാണ് എന്നൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ പണ്ട് കൊച്ചിലെ ഇങ്ങനെയൊക്കെ വരാറില്ലേ? ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടന്ന് എൻ്റെ മാങ്ങ പെറുക്കൽ നടക്കത്തില്ല. ആ പച്ച കമ്പോടുകൂടി പച്ച മാങ്ങ. ആ കണ്ടു ദേ കണ്ണൻ കാണിക്കുന്നു. കണ്ടോ ഗൈസ്? അതാണ് ഞങ്ങളുടെ വീട്. കണ്ണൻ്റെ വീട്. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കേ സൈഡിലുള്ള ഞാനൊരു വീഡിയോ ചെയ്തില്ലേ, ഒരു അധ്യാപിക എന്നൊക്കെ പറഞ്ഞ് ഓമനിച്ചേയിയുടെ മഠത്തിൻ്റെ സ്ഥലങ്ങളായതെല്ലാം കേട്ടോ. കണ്ടോ? ഇതാ ഈ മാവിൽ നിന്നാണ് നമ്മൾ ഈ മാങ്ങ എല്ലാം പെറുക്കുന്നത്. ഈ ഒരുപാടെണ്ണം ഇവിടെ ഓരോന്നൊക്കെ കടിച്ചിട്ടിട്ടുണ്ട്. അണ്ണാനായിരിക്കും അല്ലേ? അണ്ണാനോ കിളികളോ ഒക്കെ കേട്ടോ. ഇത് അണ്ണാനല്ലേ ഈ കരം? ഇങ്ങ് വരെയുണ്ട്. ഇതിലേ ഈ റോഡിൽ കൂടെ അങ്ങ് കയറിപ്പോണം. നമ്മൾ മാങ്ങാ നോട്ടം കഴിഞ്ഞു. കണ്ണന് കിട്ടിയ മാങ്ങ കാണിച്ചേ കണ്ണാ. അല്ലേ? അയ്യോ താഴെ പോയി. ഞങ്ങൾ പോട്ടെ. ഇനി ഞങ്ങൾക്ക് പോയി അവിടെ പോയിരുന്ന് കഥ പറയണം അല്ലേ കണ്ണാ? ആ ഉണ്ട്. ഒരുത്തരുന്ന് എഴുതുന്നുണ്ടോ? ഇനി കുറേ നേരം ഇവനോടുള്ള ഗുസ്തിയാണ്. പഠിക്കാൻ പറഞ്ഞാൽ അന്നേരം ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് എടുത്ത് വെക്കും. 4 പേജ് എഴുതാനുണ്ട്. എപ്പോൾ പറഞ്ഞാലും ഈ 4 പേജ് തന്നെ എഴുതിക്കൊണ്ടിരിക്കും. ഇതുവരെ ഈ 4 പേജ് തീർന്നില്ലേ അവിടെ? അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തെടുത്തത് 5:53 വൈകുന്നേരം. തിരക്ക് പിടിച്ച് എഴുതിക്കോട്ടെ. അമ്മ എങ്ങോട്ട് പോയെന്ന് നോക്കി പോവാ ഞാൻ കേട്ടോ. പശുവിനെ കൊണ്ടുവരാൻ പോയി. കണ്ടോ ഇന്നും ഇവിടെയൊക്കെ തൂത്തുമായി വൃത്തിയാക്കിയിട്ടു. ഉണ്ടാണ്ട് അടിപൊളിയാക്കിയിട്ടു. തീയും ഇടുന്നു. ആഹാ എന്ത് ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ അമ്മയുടെ വൈകിട്ടത്തെ പരിപാടിയാണ്. ഈവനിങ് വ്ളോഗായി മാറി ഇപ്പം ഇത് കേട്ടോ അമ്മയുടെ. ഉണ്ടോ? ആഹാ സൂക്ഷിക്കണം. കരിയിലെല്ലാം തൂത്തുകൂട്ടി തീയിട്ടു. എല്ലാം കൂടെ ഒരിടത്തോട്ട് കൂട്ടിയിട്ടാൽ മതി തീയിട്ട് കേട്ടോ. പേടിക്കണ്ടായിരുന്നു തീ കണ്ടുകൊണ്ട്. ഞാൻ പോയി കണ്ണനെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു ഡേ അവസാനിക്കാൻ പോവാ. ഡേ ഇൻ മൈ ലൈഫ്
അല്ല കഴിഞ്ഞില്ല. എന്താ പറയാ, പകൽ അവസാനിക്കാൻ പോവല്ലേ, ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കുന്നു. പിന്നെന്താ നിങ്ങൾക്കൊന്ന് കൊച്ചിൻ്റെ കാലയിലൊന്നും കൊള്ളരുത്. ദേ ഇവിടെ അയ്യോ, ആ അച്ഛൻ്റെ, ഇത് ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങുന്ന സ്ഥലമാണ്. ഗന്ധരാജൻ, ഗന്ധരാജൻ എന്നാ ഞങ്ങളുടെ ഇവിടെ ഒക്കെ പറയുന്നത് കേട്ടോ. നല്ല മണമാണ് അതിന്. ഒന്ന് മുള്ളൊന്നും കൊള്ളാതെ വാ. അച്ഛൻ എപ്പോഴും മണം കിട്ടാൻ വേണ്ടി, അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള പൂവായിരുന്നു ഗന്ധരാജൻ. അച്ഛനാണ് എണ്ണി എണ്ണി പറിക്കുമായിരുന്നു പൂജയ്ക്ക്, ഇല്ലയോ? മണമുണ്ടോ നോക്കാൻ. ഇവിടെയാണ് ഞങ്ങളുടെ അച്ഛൻ. സമയം കാണാൻ എങ്ങും പോകണ്ട, കണ്ടോ അല്ലേ? നമുക്ക് ഇവിടെ നിന്നാൽ മതി. കണ്ട് താഴ്ന്ന കാണാൻ പറ്റത്തില്ലെങ്കിലും, കടലിലേക്ക് പോകുന്നത് കാണാൻ പറ്റത്തില്ലെങ്കിലും അല്ലേ, കണ്ടത്. ആ കണ്ട കണ്ണാ, സൂര്യൻ ഒരു ടാറ്റ കൊടുക്കുക അണ്ണ. മേമ പൂ മണപ്പിക്കുന്നു. അസ്തമയം കാണാൻ നിൽക്കുക. ആലപ്പുഴ ബീച്ചാ. ഈ സമയത്താ നല്ലത് ഫോട്ടോ എടുക്കാൻ. നല്ല കാറ്റൊക്കെ ഉണ്ട്. കണ്ണ ഇങ്ങോട്ട് വാടാ, അവനങ്ങ് പോവും. അതിലല്ല പൂവുള്ളത് ഗന്ധരാജും. വാ കണ്ണ, കണ്ണ ഇങ്ങോട്ട് തിരി. അവിടെ പൂവിനടി ഉണ്ടാക്കുന്നു, വേരമ്പിനടി ഉണ്ടാക്കുന്നു. കിട്ടി വിച്ച് പറിച്ചെടുത്തു. എന്താ അത് കളഞ്ഞ? എല്ലാ ഇതളിനും ഒരേ മണമാടാ. അതുകൊണ്ട് വടി ഉണ്ടാക്കുന്നുണ്ടോ? വേരമ്മ പാത്ത് വെച്ച് ഇനി വേറെ പറിച്ചോണ്ട്. അത് നിനക്ക് ഒരെണ്ണം തന്നല്ലേ? മാമ എടുത്ത് പോണ്ട. സന്ധ്യാവിളക്ക് കൊളുത്തുന്ന ബിന്ദുച്ചിറ്റ. ഇവിടുത്തെ കഴിഞ്ഞ് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പം ഇവിടെ തൂക്കുവിളക്ക് കത്തിക്കും കേട്ടോ, തൂക്കുവിളക്ക്. അങ്ങനെ രാവിലെ 5:30 തൊട്ട് തുടങ്ങിയ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നത് വരെയുള്ള വീഡിയോകൾ ഞാൻ എടുത്തു. പിന്നെ 7 മണിയാവുമ്പം നമ്മുടെ രാത്രിയിലത്തെ ആഹാരം കഴിക്കും. 9 മണി അല്ലെങ്കിൽ 9:30 ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കിടക്കും. അപ്പോൾ എന്തായാലും ഇന്ന് വിജയകരമായിട്ട് ഈ സന്ധ്യ വരെയുള്ള വീഡിയോകൾ എനിക്ക് എടുക്കാൻ പറ്റി. അപ്പം ഡേ ഇൻ മൈ ലൈഫ് മുഴുവനായിട്ട് കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയി എനിക്കറിയാം. എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് കഴിയുന്നത് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. എന്നിട്ടും വീഡിയോ ഇത്രയായി. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.